നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഓഹരി വിപണി കൈയടക്കിയ നേട്ടങ്ങൾ ഏറെയാണ്. എന്തായാലും ഇന്ത്യൻ ഓഹരി വിപണി നടത്തിയ അഭൂതപൂർവമായ കുതിപ്പിൽ വലിയ ലാഭം കൊയ്തിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാവും നിലവിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യത്ത് ഒരു പുരോഗതിയും നടക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി പൊതുമധ്യത്തിൽ പലപ്പോഴും വന്ന് പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ കണക്കുകളൊക്കെ ബോധിപ്പിച്ചിട്ടുള്ളത്. ITC ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് തുടങ്ങിയ 25 ഓഹരികളിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പോലുള്ള സ്മോൾ മിഡ് ക്യാപ് കമ്പനികളിലും രാഹുൽ ഗാന്ധി നിക്ഷേപം നടത്തിയിട്ടുണ്ട്. മോദി ഭരണം രാജ്യത്തെ പിന്നോട്ടടിക്കുന്നു, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്നു, ആളുകൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ പറയുന്ന രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ഓഹരി വിപണിയിൽ നിന്നൊക്കെ വലിയ നേട്ടം കൊയ്ത ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എന്തായാലും 28% സ്വത്ത് വർധനമാണ് ഈ ഓഹരി വിപണി കച്ചവടത്തിലൂടെ രാഹുൽ ഗാന്ധി നേടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം തന്നെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ള രേഖകളുമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.